ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു ചെറിയൊരു വീക്കെൻഡ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് പെർത്തിലുള്ള ഓസ്ട്രേലിയയിലുള്ള ചെറിയൊരു സൂ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് സൂ ഉണ്ട് പെർത്തിൽ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയ സൂ ആണ്. പിള്ളേരൊക്കെ ആയിട്ട് നമുക്ക് വീക്കെൻഡ് സമയം കിട്ടുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സൂ ആണ്. അപ്പോൾ അത് വീക്കെൻഡ് ആയതുകൊണ്ട് ജോപ്പനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഈ 2 ദിവസം നമുക്ക് കിട്ടുന്ന ഒരു ആഴ്ചയിൽ ഓഫാണ് കേട്ടോ. ഈ ഓഫിൻ്റെ സമയത്ത് നമുക്ക് അവർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ തല തിന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം എക്സോസ്റ്റഡ് ആയിപ്പോവും. അപ്പോൾ എന്താ നമ്മൾ ട്രെയിൻ ഔട്ട് ആവുന്നതുകൊണ്ട് അവനെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വിട്ട് കഴിഞ്ഞാൽ അഴിച്ചു വിടും. ഈ ആടുകളൊക്കെ അഴിച്ചു വിടുന്നില്ലേ, അതേപോലെ പരിപാടി തന്നെ നമ്മളിങ്ങനത്തെ സ്ഥലങ്ങൾ കൊണ്ട് അഴിച്ചു വിടും. അപ്പം അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മൃഗങ്ങൾ. അപ്പോൾ ആ മൃഗങ്ങളുടെ കൂടെ ഇങ്ങനെ കളിക്കുന്നതും ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ചെറിയൊരു വീഡിയോ ആണെങ്കിലും നമുക്ക് നാട്ടിലില്ലാത്ത പല മൃഗങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഈ വീഡിയോയിൽ. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ജോപ്പൻ്റെ വെറുപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചയിലോട്ട് പോകാം അല്ലേ. നോക്കിയാൽ മയിലൊക്കെ തൊട്ടടുത്ത് വരും, നമുക്ക് തൊടാം പാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ജോപ്പനൊക്കെ പേടിയാണ്ടല്ലേ, അവൻ്റെ വിചാരം ഇപ്പം കൊത്തോ എന്നുള്ള രീതിയിലാണ്. ആശാന് അടുത്തോട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഒരുപാട് നാൾക്ക് മുമ്പ് ഉള്ളതാണ് കേട്ടോ. ജോപ്പ ചെറുത് ഇപ്പോൾ വലുതായി മുട്ടനായി. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 12 വർഷം മുമ്പ് ഉള്ള വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ വീഡിയോ കണ്ടത്. അപ്പോഴാണ് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ റിൻസി അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പം കൊച്ചിന് 7 മാസം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പോൾ എത്ര വർഷം മുമ്പുള്ള വീഡിയോ, ഏകദേശം 1 വർഷത്തിന് മുകളിലൊക്കെ പഴക്കമുള്ള വീഡിയോ ആണ്. അപ്പം ഇപ്പോഴത്തെ ഈ നല്ലൊരു കാഴ്ചയാണ്, നമുക്ക് നല്ലൊരു ഫാമിലി ടൈമാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. ഇങ്ങനെ മൃഗങ്ങളൊക്കെ തൊടാൻ പറ്റുന്ന വലിയൊരു കാര്യമല്ലേ. നാട്ടിലുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് നാട്ടിലിങ്ങനെ മയിലിനെ തൊടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ മയിലിനൊക്കെ തൊട്ടെടുത്ത് നിന്നുള്ള ഫോട്ടോയും നമുക്ക് തൊടാനൊക്കെ പറ്റുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അടുത്ത് ക്ലോസ് ബൈ എന്ന് പറയുന്നത് നമുക്ക് ഓസ്ട്രേലിയ വന്നിട്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ജോപ്പനത് പോപ്കോണൊക്കെ ഇട്ട് കൊടുക്കും, നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം, അവിടെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പം മയിലൊക്കെ ഫുഡൊക്കെ അടിക്കുന്നുണ്ട്, നമ്മൾ ഇട്ട് കൊടുക്കുന്നതെല്ലാം കഴിക്കുന്നൊക്കെ ഉണ്ട്. നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും, നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടൊന്നുമല്ല, നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇവരെ ഫീഡ് ചെയ്യാൻ പറ്റും. നോക്കിയാൽ ഇത്രയും അടുത്ത് കാണുമ്പോൾ മയിലിൻ്റെയൊക്കെ എന്തൊരു ഭംഗിയല്ലേ, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയില്ലേ, കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. തൂവലൊക്കെ നോക്കിയേ, എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നോക്കിയേ. നമ്മളിപ്പോൾ അടുത്തോട്ട് വന്നാലും ആൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾ. ഓ നോക്കിയാ മൈപ്പിൽ വിരിഞ്ഞു, വാവ് എക്സലൻ്റ്. നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, ഓ സ്റ്റണ്ണിങ് ആയിട്ടല്ലേ നോക്കിയേ. ഓ മൈ ഗാഡ്, സോ നൈസ്. ആ പീലിയൊക്കെ വിരിഞ്ഞിരുന്നു, പൊന്നു, ഒരു രക്ഷയില്ല കേട്ടോ. സ്പെക്ടാക്കുലർ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. ഞാനും ജോപ്പന് ഫീഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല രസമുള്ളൊരു പരിപാടിയാണത്. എനിക്ക് ജോപ്പനും അച്ഛനും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ട്രെയിനിൽ കയറി മൊത്തം സൂ കറക്കി കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൃഗങ്ങളൊക്കെ കേജ് ഫ്രീ ആയിട്ട് നടക്കുക, എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടല്ല എന്ന് പറഞ്ഞാൽ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മൊത്തം മൃഗങ്ങളെ കാണാൻ പറ്റും ഈ ട്രെയിനിൽ കൂടെ പോകുമ്പോൾ. ഭയങ്കര നല്ലൊരു കാഴ്ചയാണ്, നമുക്ക് കാണാം അല്ലേ.
നോക്കി നമ്മൾ ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഇനി പോകാൻ പോകുന്നത് കേട്ടോ. ലോക്കോ പൈലറ്റ് അവിടെ നിന്ന് ഹോണൊക്കെ അടിക്കുന്നുണ്ട്. നല്ലൊരു രസമാണ്. നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഊട്ടിയിലൊക്കെ പോകുന്ന ട്രെയിനില്ലേ അതേ ഒരു രീതിയിലുള്ള ആംബിയൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ചെറിയ മയിൽക്കൂട്ടത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. 1, 2, 3 മയിലിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല രസമുണ്ട് അല്ലേ. നമുക്ക് അങ്ങനെ നമ്മളിവിടെ ഇറങ്ങണം. ഈ ട്രെയിൻ സ്റ്റേഷനിൽ എന്താണ് നമ്മളിവിടെ ഇറങ്ങി നമുക്ക് മറ്റുള്ള കാഴ്ചകളിലോട്ട് പോകാം. ഇത് 90s കിഡ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൃഗമാണ് പോണി. ഇതിൻ്റെ കാർട്ടൂൺ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതിൻ്റെ പേര് എനിക്ക് ഓർക്കുന്നില്ല. അറിയുന്നവരാണെങ്കിൽ കമൻറ്റിലിടണം കേട്ടോ. ഭയങ്കര രസമുള്ളൊരു കുതിരയാണ്. നമ്മുടെ അന്നത്തെ കാലത്തൊക്കെ ചെറുപ്പത്തിൽ ഇത് കൂട്ടണം വാങ്ങിക്കണം. അതിൻ്റെ മേത്ത് കയറി നമുക്ക് ഒന്ന് കുതിരപ്പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച സംഭവമാണ്. ഈ പോണിയുടെ കണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്തെന്ന് അറിയത്തില്ല. അപ്പം ജോപ്പൻ അതിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം മണത്തറിഞ്ഞിട്ട് കിട്ടി കേട്ടോ. ഫുഡൊക്കെ കിട്ടി കഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കേജിനുള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഈ കേജിനുള്ളിൽ മാനെ കാണാൻ പറ്റും. നല്ല സൈസുള്ള മാൻ. നോക്കിയാൽ നമ്മളെക്കാളൊക്കെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വന്ന് നമ്മൾ ഇട്ട് കുത്തിയാൽ നമ്മൾ പണി കിട്ടും. എനിക്കൊരു ഭയമുണ്ട്. ചെറിയ ഇല്ലായ്മയില്ല, ഭയമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും സൈസ് ഉണ്ട്. അതിന് കൊമ്പൊക്കെ ഉണ്ട്, കുത്തിക്കറിയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കാങ്കറൂസ് ഉണ്ട്. ഇത് കാങ്കറൂൻ്റെ വേറൊരു വർഗ്ഗമാണ്. അപ്പോൾ നമുക്കിവിടെ പല കാങ്കറുകളിലും കാണാൻ പറ്റും. ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാങ്കറൂസ് ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. മറ്റുള്ള സൂല് ഞാൻ പറയുന്നത് ഒരു ചെറിയ സൂ ആണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളൊരു സൂല് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കാങ്കറൂസൊക്കെ ഭയങ്കര ചെറുതും കുറച്ച് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തത് സമ്മറിനാണ്. ആ ചൂടൊക്കെ ആയിട്ടായിരിക്കും ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഈ മൃഗങ്ങളൊക്കെ. അവിടെ സൈഡിലൊക്കെ തണലത്തൊക്കെ കിടന്നുറങ്ങുവാണ്. അപ്പോൾ മറ്റുള്ള സൂലൊക്കെ പോകുമ്പം നമുക്ക് വൈറ്റ് കാങ്കറൂസിനെ കാണാം. നല്ല സൈസുള്ള ഹൈറ്റൊക്കെ ഉള്ള. ഇത് വലിയ ചെറിയ ടൈപ്പ് കാങ്കറൂസാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നമുക്ക് അടുത്തൊരു കേജ് കാണാൻ പറ്റുന്നത് ഒട്ടക പക്ഷിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ. കയറി കഴിഞ്ഞാൽ നമ്മുടെ തല കുത്തിപ്പൊട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവന് ഭയം ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അടുത്തോട്ട് എടുക്കുന്നില്ല. ഹൈറ്റ് നോക്കി അതിൻ്റെ നല്ല ഹൈറ്റുള്ളൊരു ഒട്ടക പക്ഷിയെ കാണാൻ പറ്റുന്നുണ്ട് നമുക്കിവിടെ. അപ്പം ജോപ്പനെ അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അത്രയും അതിൻ്റെ ഹൈറ്റിനായിട്ട് ജോപ്പ് മുകളിലോട്ടാണ് നോക്കുന്നത്. അത്ര ഹൈറ്റാണ്. അതിൻ്റെ കാലൊക്കെ നോക്കിയേ, പിന്നെ മസിലാന്ന് നോക്കിയേ. ഇത് വെച്ചിട്ടല്ല ഓടുന്നത്. അപ്പോൾ നല്ല സൈസുള്ളൊരു നമുക്കൊരു ഒട്ടക പക്ഷി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ജോപ്പൻ അവിടെ മയിലിനെ കണ്ടപ്പോൾ എന്നെ വിളിച്ചോണ്ട് പോവുക കാണിച്ചു തരാൻ വേണ്ടി. പക്ഷെ ഇവിടെ ഉള്ള അനിമൽസിനെല്ലാം നമ്മൾ ഇനഫ് കൊടുത്തില്ലേ, ഇനി എന്തിനാ പോപ്കോൺ? ഓട്ടിന് പോപ്കോൺ ഇഷ്ടമല്ല. അങ്ങനെ റിൻസി പ്രഗ്നൻ്റ് ആയിട്ട് പുള്ളിക്കാരി ട്രെയിൻ ഔട്ടായി സൈഡായിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനും സൈഡായി.
അപ്പോൾ ജോപ്പൻ ഇതൊന്നും ഒരു പ്രശ്നമില്ല, ഇതിന് ഒരു പ്രശ്നമില്ല, അവൻ ഇവിടെ താമസിക്കണം, അവന് വീട്ടിൽ പോകണ്ട, ആ രീതിയിലാണ് ആളിരിക്കണം. അവന് മൃഗങ്ങളെ വിട്ടിട്ടൊരു വഴിയില്ല. ആളിങ്ങനെ കറങ്ങി അടക്കുവാണ് പിണങ്ങി. ഇനി നമുക്ക് കാര്യമില്ലല്ലോ, അവനെ പൊക്കിക്കൊണ്ട് പോകണം എന്നുള്ളത് നമ്മുടെ അജണ്ടയാണ്. അപ്പോൾ അവനെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ പാക്കലാം.